ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടവർ ഡേറ്റും സമയവും ഒക്കെ എടുത്തു വെക്കുക. ഇന്നത്തെ ദിവസം കൊട്ടിയൂർ പെരുമാളുടെ ഉത്സവം ആരംഭിക്കുകയാണ്. പൂർണ്ണമായിട്ടും അത് ശരിയായി വരേണ്ടേക്ക് 2 ദിവസവും കൂടി കഴിയും. ഇന്ന് നെയ്യാട്ടമാണ്. നെയ്യാട്ടം നാളം തുറക്കുക എന്നാണ് ആ കർമ്മത്തിന് പറഞ്ഞു പോരുന്നത്. നാളം തുറക്കുക എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ലിംഗം, ശിവലിംഗം, അത് അഷ്ടബന്ധം കൊണ്ട് കഴിഞ്ഞ വർഷം മൂടും. അത് വളരെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിന് കലപൂജയൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് പിന്നീടൊരു വറ്റടി എന്ന് പറഞ്ഞൊരു ചടങ്ങൊക്കെ ഉണ്ട്. അത് ഭയങ്കരമാണ്. കൊട്ടിയൂരെ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ദൈവിക കാര്യങ്ങൾ ആർക്കും തന്നെ പറയാനാവില്ല. അത്രമാത്രം നിഗൂഢമായ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ അഷ്ടബന്ധം കൊണ്ട് മൂടിയ ആ ശിവലിംഗം അത് നെയ്യാട്ട് സമയത്താണ് തുറക്കുക. അത് അതിൻ്റെ അഷ്ടബന്ധം മാറ്റി അതിലേക്കാണ് ഈ നെയ്യ് വളരെ വ്രതാനുഷ്ഠാനത്തോടു കൂടി വളരെ പവിത്രമായൊരു ഇതാണ്. ഇപ്പം അതിന് ചില ആളുകളൊക്കെ അതിൻ്റെ ചടങ്ങൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. അതൊന്നും അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. കാരണം അതൊക്കെ അത്രമാത്രം ഭയങ്കര നിഗൂഢവും പവിത്രവുമായ ചടങ്ങുകളാണ്. അത് പിന്നെ കാലത്തിൻ്റെ മാറ്റമായിരിക്കാം. അതിനെക്കുറിച്ചെല്ലാം പറയാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. വേങ്ങാടെന്ന് പറഞ്ഞോളൂ. ഡേറ്റ് 5/10/95. ഹലോ. 5/10. സമയം ഉച്ചക്ക് 12:50. 12:50. ആരുടേതാണെന്ന് പറയൂ. എന്റെ തന്നെയാ. ശരി, എന്താണ് അറിയേണ്ട വിഷയം? ഞാന് BEd ആയിരുന്നു പഠിച്ചത്. MSc BEd കെമിസ്ട്രി. പക്ഷെ ജോലിയൊന്നും മര്യാദയ്ക്ക് ആയില്ല. ടീച്ചിങ് ഫീൽഡിലെ ജോലിയല്ല ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ജോലി പോകുന്നുണ്ട്. വട്ടച്ചെലവിന്. അതെ. അതൊന്നുമല്ല, നല്ല ജോലി കിട്ടും. ഭയങ്കരപ്പെട്ട ജോലിയൊക്കെ കിട്ടും. PSC എഴുതുന്നുണ്ടോ? PSC നോക്കുന്നുണ്ട്. നമുക്കിപ്പോ 2 മാസത്തിനുള്ള ഒരു PSC പരീക്ഷ വരുന്നുണ്ട്. മുറുകെ പിടിച്ചോ. അത് തന്നെ ചിലപ്പോ നടന്നേക്കാം. ഗവൺമെന്റ് അതൊക്കെ കിട്ടുന്നേ. പറയുന്ന ആളെ മനസ്സിലാക്കണ്ടേ. ഒന്നും കാണാതെ ഞാൻ പറയുമോ? വെറുതെ മോഹിപ്പിക്കുമോ ഞാൻ? അങ്ങനെ പിന്നെന്താണ്? വാക്ക് പറഞ്ഞ വാക്കാണ്. ഒരു തട സ്വന്ന 100 തട സ്വന്ന മാതിരി രജനീകാന്ത് പറഞ്ഞ പോലെ. അതിലങ്ങോട്ട് ഉറപ്പിച്ചോ, അത് കിട്ടും. അത് ഇടവും ബലവും നോക്കണ്ട. അത് ഈ വ്യാഴദശയിൽ തന്നെ കിട്ടും. വ്യാഴം ഇനിയും നമുക്ക് 2030 വരെ വ്യാഴമുണ്ട്. അപ്പോൾ 5 വർഷം കൂടിയുണ്ട്. അതിനുള്ളിൽ തന്നെ പ്രായവും അത്ര വലിയ ആയിട്ടില്ലല്ലോ. 29 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 8-9 കൊല്ലം ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ആവശ്യമില്ല. നമ്മളെ പണി നമ്മളെടുക്കുക. ഏതായാലും MSc പിന്നെ കെമിസ്ട്രിയൊക്കെ പാസ്സാകണ്ടെങ്കിൽ അത്ര മോശമല്ലല്ലോ. ബുദ്ധിയൊക്കെ നല്ല ദൈവം സഹായിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബുധന് നല്ല ബലമുണ്ട്. അപ്പോൾ വിജ്ഞാനം ആർജിക്കാൻ കഴിയുക. വ്യാഴത്തിനെ കൊണ്ട് വിജ്ഞാനം ആർജിക്കേണ്ടത് അത് അക്കാഡമിക്കലായ കാര്യങ്ങൾ ബുധനെ കൊണ്ടാണ്. അപ്പോൾ ആ ബുധനിവിടെ വളരെ ശക്തിയുണ്ട്.
അതാണ് നമ്മളെ ജാതകത്തിലുള്ള ഏറ്റവും വലിയ അതുകൊണ്ടാണ് പഠനമൊക്കെ വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ്. അതുകൊണ്ട് PSC എഴുതിയാൽ അതും കിട്ടും. പിന്നെ 10ൽ സൂര്യൻ നിൽക്കുന്നവർക്ക് സർക്കാർ ശമ്പളം മേടിക്കാനുള്ള യോഗമുണ്ടാവും. അത് ധർമ്മകർമാധിപ യോഗം അവിടെ ഉള്ളത് കൊണ്ട് ആ യോഗം പൂർത്തിയാവുകയും അതിൽ കൂടുതൽ ഉയർച്ച വരികയും ചെയ്യും. ഏതൊക്കെയാണോ എഴുതേണ്ടത് അതൊക്കെ എന്തൊക്കെയോ ഇല്ലേ, നെറ്റ് സെറ്റ് മറ്റേത് മറിച്ചത് എല്ലാം ക്വാളിഫൈഡ് പിന്നെ എന്തോന്ന്. എന്നാ പിന്നെ ഈ ഡേറ്റ് അവിടെ കുറിച്ച് വെച്ചോ, ഞാൻ പറഞ്ഞ ഡേറ്റ്. ഓക്കെ, നന്നായി വരട്ടെ, ദേവി രക്ഷിക്കട്ടെ. ഇല്ല സർ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മളൊരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു, നാട്ടിലല്ല, നമ്മളിപ്പോ കോയമ്പത്തൂരല്ല. ഓക്കെ. അപ്പൊ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം വാങ്ങാൻ പറ്റിയ നല്ല സമയം? യാതൊരു സംശയവും ഇല്ല, വാങ്ങാം. ഒരു സ്ഥലവും ഒരു വീടെല്ലായിട്ട് അതൊക്കെ അങ്ങോട്ട് നടക്കുന്ന എല്ലാ ഐശ്വര്യവും വരുന്ന ഒരു ലക്ഷണമല്ലേ ഞാനിവിടെ കാണുന്നത്. അഭിവൃദ്ധി, പ്രോസ്പെരിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ അവസ്ഥയിലേക്കാണ് കുതിക്കുക. ആ അവസ്ഥ അങ്ങനെ താണു പോകുന്നില്ല. ഇത്രയും കാലം ഏരശനീൻ്റെ കുറച്ചൊരു കഠിനമായ ദോഷമുള്ള സമയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും വേണ്ട രൂപത്തിൽ തെളിയാഞ്ഞത്. ഇനിയും മുതൽ തെളിയാൻ തുടങ്ങും. പിന്നെ പൊതുവേ നല്ല ഹ്യൂമാനിറ്റി ഉള്ള പെൺകുട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും കരുണയും ദയ്യൊക്കെ ഉള്ള, എല്ലാം നമ്മളെ ഉള്ളിലുള്ള അവസ്ഥ പോലെയല്ലേ നമ്മളുടെ അനുഭവങ്ങൾ വരിക. ആർക്കും പണി കൊടുക്കാതെ ദ്രോഹിക്കാതെ ഒരു പെൺകുട്ടിയുടെ ജാതകമായത്. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാവും. ഓക്കെ. ഭർത്താവ് ഭയങ്കരനല്ലേ? ഭർത്താവ് ആരാ? 1.5 ഭർത്താവല്ലേ? അതിനെന്താ പ്രശ്നം? അയാൾക്ക് എന്താ ഒരു മോശം കണ്ടത് ഇത്രയും കാലത്തിലടക്ക്? അതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, പ്രോഗ്രസ് മെല്ലിയല്ലേ വരുള്ളൂ. നിങ്ങളുടെ ഈ ന്യൂജൻ ഈ തലമുറക്കൊക്കെ, ഈ തലമുറയുടെ പിന്നെയും തലമുറ പുതിയ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ ഉള്ള പ്രശ്നം എല്ലാം വേഗത്തിൽ വേണമെന്നുള്ള ഒരു വിഷയമുണ്ട്. അതിന് സമയം പിടിക്കും, നല്ലതിന് സമയം പിടിക്കും. അപ്പോൾ അത് ഭർത്താവും നന്നാവും, സ്വന്തം നിലയിൽ താങ്കളും നന്നാവും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ നെയ്യാട്ടത്തിൻ്റെ ഒക്കെ ഒരു പവിത്രമായ ചടങ്ങാണ്. ആ സമയത്തുള്ള അഷ്ടബന്ധം, അത് എത്രയോ ആളുകൾ, വിശ്വാസികൾ അവിടെ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോവുകയും ഈ വയറ്റിൽ വേദനക്കും മറ്റൊക്കെ ആ മണ്ണാണ്. പക്ഷെ അത് സേവിക്കുന്ന എത്രയോ പേരുണ്ട്. മണ്ണ് മാത്രമല്ല, അതിൽ ഒരുപാട് ഔഷധങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങും. പക്ഷെ മണ്ണും കൂടി അതിലെ ഒരു ഭാഗമാണ്. അത് ഒരു നുള്ള് ഇങ്ങനെ എടുത്ത് വയറ്റിൽ, അതിപ്പം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് മണ്ണ് വാരി തിന്നുന്ന കുട്ടികളില്ല. ഞാനൊക്കെ തിന്നിട്ടുണ്ട്. മണ്ണ് വാരി തിന്നാതെ കുട്ടികൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പം മുറ്റം മുഴുവൻ കല്ലും ടൈൽസും ഒക്കെ പാവിയിട്ടല്ലേ. കുട്ടിക്ക് മണ്ണില്ലല്ലോ, മണ്ണ് കുട്ടി തൊടുന്നേയില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ അത് കുഞ്ഞായിരിക്കുമ്പോൾ, അതുകൊണ്ട് മണ്ണ് ഇത്ര വലിയ അപകടം പിടിച്ച സാധനമൊന്നുമല്ല. മണ്ണും കൂടി അതിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് സേവിക്കുന്ന എത്രയോ ഭക്തന്മാർ, കൊട്ടിയൂർ ഭക്തന്മാരും ഉണ്ട്. കൊട്ടിയൂരിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അപ്പട എന്ന് പറയുന്ന സാധനമുണ്ട്. അത് 1 മാസം മുമ്പെയാണ് അത് ഉണ്ടാക്കിയിട്ട് നേദിക്കുക. അത് ഈ ആയില്യാർക്കാവ് എന്ന് പറഞ്ഞിട്ട് ഇക്കരെ കൊട്ടിയൂരിലാണ്. ആ അപ്പട നമ്മൾ തിന്നുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് തട്ടിപ്പോകുമെന്നാണ്. 1 വർഷം കൊണ്ട്. അത് ആരെങ്കിലും തിന്നുമ്പോൾ അവൻ അങ്ങനെ തിന്നിട്ട് കഴിച്ചിട്ട് സ്വത്തൊക്കെ എഴുതി വച്ചിട്ട് കഷ്ടകാലത്തിന് ചത്തുമില്ല. അങ്ങനെയുള്ള കുടുങ്ങിപ്പോയ ആളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അയാളെ കയപ്പെന്ന് അയാളെ തോന്നലായിരിക്കാം, ഭഗവാൻ പറ്റിക്കില്ല. അയാൾ കഴിച്ചു എന്ന് അയാൾക്ക് തോന്നിക്കാണാം. ഒക്കെ ഓരോ ആൾ പറയുന്ന കഥകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പിന്നെ ഉള്ളതായിരിക്കണമെന്നില്ല. ഏതായാലും ഭഗവാന്റെ തമാശകൾ അവിടെ പലതും ഉണ്ട്. ഈ ഏതായാലും നെയ്യാട്ടം കഴിഞ്ഞു. ഇനിയിപ്പം വാളുവരവാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റമായിട്ട് പറയുന്നത്. അത് മുതിരേരിക്കാവുന്നതാണ് വരേണ്ടത്.
മുതിരേരി വീരഭദ്രൻ വാള് ചുഴറ്റി എറിഞ്ഞ് വീണ സ്ഥലമായിട്ട് വിശ്വസിക്കപ്പെടുന്നു. വീരഭദ്രൻ്റെ പരിപൂർണമായ രൂപം പിന്നെ ഉള്ളത് മൂകാംബികയിലാണ്, തെക്കേ ഇന്ത്യയിൽ. അതേ വീരഭദ്രൻ തന്നെയാണ് രുദ്രം രൗദ്രാവതാരം ഹുതവഹനയനം ഊർധ്വകേശം സുതൗഷ്ട്രം വ്യൂമാംഗം വ്യോമരൂപം കിണികിണിരവസം ജ്വാലമാലാഹുതംഗം ഭൂതപ്രേതാദിനാദം കഥനകളയുധം ഗഡ്ഗപാത്രം വഹന്തേ വന്ദേ ലോകൈകവീര്യം ത്രിഭുവന വിജയം ശ്യാമളം വീരഭദ്രം എന്നാണ് വീരഭദ്രൻ്റെ ധ്യാനസ്തോത്രം. അത് മൂകാംബികയിലെ ഒരു വീരഭദ്രനെ പൂജിക്കുന്ന ആൾ എനിക്ക് പറഞ്ഞു തന്നെയാണ് 25 കൊല്ലം മുമ്പേ. അതൊക്കെ അങ്ങനെ എന്താണ് പറയുക, അതൊക്കെ നടയിൽ വെച്ച് കിട്ടേണ്ടവർക്ക് കിട്ടുകയും അവരെ ഹൃദയത്തിലേക്ക് അത് പതിയുകയും ചെയ്യും. ഒക്കെ അർഹതയുള്ളവർക്ക് വന്നു ചേരുന്നതാണ്. അതിൽ ഈ കൃത്യമായിട്ട് ആ വീരഭദ്രൻ്റെ രൂപം ശരിക്കും പറയുന്നുണ്ട്. ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിലാണ്. കണ്ണൂർ, പറഞ്ഞോളൂ. ഡിസംബർ 31, 1977 രാവിലെ 7:50. ആരുടേതാണെന്ന് പറയൂ. എന്റെ തന്നെയാ. മകൻ നക്ഷത്രം അല്ല, മൂല നക്ഷത്രമാണല്ലോ. 30 30 31 ഡിസംബർ 11. ആ നിങ്ങൾ എത്രയാ പറഞ്ഞു തന്നു? ഡിസംബർ 11 അല്ലേ? ഓക്കെ ഓക്കെ. ഡിസംബർ 11. ഓക്കെ. ഡിസംബർ 11 മൂലം തന്നെ. എന്താണ് വിഷയങ്ങൾ പറയൂ. ഇപ്പം ജോലി ഇല്ല, അപ്പൊ എന്തെങ്കിലും തുടങ്ങാൻ പറ്റിയ സമയമാണോന്ന് അറിയാൻ. സമയത്തിൻ്റെ ആനുകൂല്യം ഇല്ല എന്ന് തന്നെ പറയണം. അത് സത്യം പറഞ്ഞാൽ ഇനി 4-5 വർഷത്തേക്ക് അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? സമയത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത് അനുഭവപ്പെടുത്തില്ലേ? ആകെ ഒരു മോശം, ഒന്നും പറ്റാത്തൊരവസ്ഥ. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും തിരിയാതെ നട്ടം തിരിഞ്ഞ് കളിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? അതുപോലെ ബുദ്ധിക്ക് ഒരു മരവിപ്പ് പോലെ, ഒരു ധൈര്യമില്ലായ്മയുണ്ട് നിങ്ങൾക്ക് അല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതും വലിയ തെറ്റാണ്. ഈ കോൺഫിഡൻസ് ഇല്ലാത്തൊരു കളി അത് ഭയങ്കര അപകടം ചെയ്യും നിങ്ങൾക്ക്. അതാണ് നിങ്ങൾക്കിപ്പം വല്ലാതെ കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ വീണ്ടും രക്ഷപ്പെടും. നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് സമയം തരും. പക്ഷെ അത് അപ്പോഴേക്കും നിങ്ങളെ പ്രായം 52 വയസ്സ് വരെ, 52 വയസ്സിന് ശേഷമാണ് അടുത്ത ഉയർച്ച. ഒരു റൗണ്ട് ഉയർച്ച കഴിഞ്ഞു. അത് കിട്ടിയിട്ടില്ലേ? ഒന്ന് കഴിഞ്ഞു പോയി എന്നാ പറഞ്ഞത്. അത് കിട്ടിയിരുന്നോ? അതാ ഞാൻ ചോദിക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞു പോയത് പറയുന്നത്. ശരിയാവുന്നുണ്ടെങ്കിൽ വരാനുള്ളതും പറഞ്ഞാൽ ശരിയാവുന്നേ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ എൻ്റെ വർത്തമാനം. അതായത് നിങ്ങൾക്ക് ഇതിനു മുമ്പേ ചെറുപ്പത്തിൽ തന്നെ ഒരു അവസരം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ദോഷമായിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ദോഷമാണ് നിങ്ങളെ അനുഭവങ്ങൾ. അത് 2000 ശരിക്കും പറഞ്ഞാൽ 20 മുതൽ ഇങ്ങോട്ടേക്ക് തന്നെ ആ കൊറോണ കാലത്തിന് ശേഷം പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു നേരാൻ വണ്ണം വന്നിട്ടില്ല. അത് വീണ്ടും ഇനി പൂർണ്ണമായ ലെവലിലേക്ക് നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരു വലിയൊരവസ്ഥ വീണ്ടും വന്നു ചേരും. അത് 5 കൊല്ലം കഴിയും. എന്ന് വെച്ചിട്ട് ഈ 5 കൊല്ലം പണിയെടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. അതെന്താണ് നിങ്ങളുടെ മാർഗം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. പിന്നെ അധികം ഊഹക്കച്ചവടത്തിലൊന്നും പോകരുത്. ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ലോട്ടറി ടിക്കറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യത്തിനൊന്നും, ഭാഗ്യം പരീക്ഷണത്തിനുള്ള ഒരു പരിപാടിയും ചെയ്യരുത്. അത് ഉറച്ച ബിസിനസ് എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അത് ചെയ്തു കൊള്ളുക. അത് പിന്നെ വലിയ ലാഭം പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഒരു മീഡിയത്തിൽ അങ്ങനെ
നിങ്ങൾ ഈ 4-5 കൊല്ലം പോയിട്ട് പിന്നീട് നിങ്ങളെ അവസരം വരുമ്പോൾ ചാടി കളിക്കുക, അപ്പോൾ റെഡി ആയിരിക്കും. അപ്പോഴും അന്നേരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും തൊടുന്നതൊക്കെ പൊന്നായി വരും. ശരി സാർ. അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് അനിയൻ കളിക്കുക. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ കൊട്ടിയൂർ വിശേഷങ്ങൾ അങ്ങനെ എന്താണ്, ഇപ്പം ഭഗവാന്റെ ഉത്സവ സമയമാകുമ്പോൾ നമുക്കതിനൊരു പ്രാധാന്യം കൊടുത്തല്ലേ പറ്റൂ. ഇപ്പം പഴയ കൊട്ടിയൂരൊന്നും അല്ല. കൊട്ടിയൂരിന് ഒരുപാട് കഥകളുള്ള ഒരു തൃച്ചെറുമണ്ണ് എന്ന് പറയുന്ന, അതിന് ദക്ഷിണകാശി എന്നും പേരുണ്ട്. ഏതായാലും ഇത്രമാത്രം പവർഫുള്ളായ ഒരു ദേവൻ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ. ഞാനൊക്കെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ സ്വർണ്ണക്കുടം വെച്ച് നമസ്കരിക്കുന്ന ആളാണ്. ഈ സ്വർണ്ണക്കുടം വെച്ച് നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആ സമയത്താണ് നമുക്ക് മണിത്തറയിൽ കയറാനുള്ള അവകാശം. ആ മണിത്തറയുടെ മേലെയല്ല, ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന അവിടെയല്ല, അതിൻ്റെ ചുവടെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും. അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല. സ്ത്രീകൾക്ക് മണിത്തറയുടെ പുറത്ത് നിന്ന് അത് കാണാനേ പറ്റുള്ളൂ. അതൊന്നും സമത്വം മറ്റേത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ദൈവികമായിട്ട് അവിടുത്തെ പരമ്പരാഗതമായ ആചാരങ്ങളാണ്. അതിപ്പോൾ സ്ത്രീ സമത്വത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. അതിനൊന്നും ഒരു സ്ത്രീയും എതിർക്കാനും പോയിട്ടില്ല. എനിക്ക് മണിത്തറയിൽ കയറണമെന്ന്, ഞാനീ 15 വർഷമായിട്ട് ഞാൻ അവിടെ ഇത് വെക്കുമ്പോൾ ശാരദ എൻ്റെ ഭാര്യ പുറത്ത് നിന്ന് കാണുകയാണ്. അത്രയേ ഉള്ളൂ. അന്നേരം പ്രാർത്ഥിച്ചോളുക. അതാണ് ആ ചടങ്ങ് ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ വലിയ സ്വർണ്ണക്കുടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സ്വർണ്ണത്തിന് 75,000 രൂപ ഉണ്ട്. അത് വിചാരിച്ചിട്ട് ഇത് സ്വർണ്ണക്കുടം വെക്കാൻ ഒരുപാട് ചിലവൊന്നുമില്ല. എല്ലാം കൂടി 2,000 രൂപയുടെ ചിലവേ ഉള്ളൂ, ദക്ഷിണയടക്കം. അപ്പോൾ അതൊക്കെ ഒരു വലിയ പവിത്രമായ ചടങ്ങാണ്. പിന്നെ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്കൊന്നും ഇന്നുവരെ അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളും അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടത് കൊണ്ടും എനിക്കെൻ്റെ പൂജ മുടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊക്കെ ഞാൻ ഇന്നുവരെ അതിൻ്റെ കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. അല്ലാതെ ഈ പെരുമാളെ വിട്ടുകളിയില്ല. അത് 12 വയസ്സിൽ അച്ഛൻ്റെ കൈപിടിച്ച് പോയതാണ്. ആ കാലം മുതലേ അന്നൊക്കെ കൊടും തണുപ്പും, അതേപോലെ നടന്നു പോകണം. ബസ്സൊന്നുമില്ല. പേരാവൂർ വരെ മാത്രമേ ബസ്സുള്ളൂ. പേരാവൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം. അതും ടാറിട്ട റോഡല്ല. അപ്പോൾ അതൊക്കെ ഒരു ഗൃഹാതുരത്വം അല്ലെ, നൊസ്റ്റാൾജിയ. അന്നൊക്കെ കയ്യാലയിലാണ് താമസിക്കുക. ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും തന്നെ കൊട്ടിയൂർ അന്ന് ഉണ്ടായിരുന്നില്ല. അതിനും ഒരു 50 കൊല്ലം മുമ്പെയാണ് കൊട്ടിയൂർ ഉരുൾപൊട്ടലിൽ മൂടപ്പെട്ടു പോയത്. കൊട്ടിയൂരെ പെരുമാളുടെ സന്നിധി 2 തവണ മൂടപ്പെട്ടു പോയിട്ടുണ്ട്. അതിലേറ്റവും വലിയ മൂടൽ 100 കൊല്ലം മുമ്പുള്ള എന്താണ് പറയുക, നമ്മളെ ഏറ്റവും തകഴി എഴുതിയ വെള്ളപ്പൊക്കം എന്നുള്ള കഥ വായിച്ചവർക്ക് അറിയാം. വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള ഒരു കഥ തകഴിയുടെ ഏറ്റവും കേരളത്തിൽ എഴുതപ്പെട്ട 10 കഥകളിലൊന്നായിട്ട് അതിനെ പറയുന്നു. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം, അങ്ങനെ 10ഓളം കഥകൾ, അതായത് ചെറുകഥകൾ. അതിനെ കാലാതീതമായി നിൽക്കുന്ന ബഷീറിൻ്റെ ഏതോ ഒരു കഥയുണ്ട്. അങ്ങനെയുള്ള പിന്നെ കാരൂരിൻ്റെ ഒരു കഥ. അങ്ങനെ ഈ 10ഓളം കഥകൾ ഈ കേരളത്തിൽ എക്കാലത്തും രചിക്കപ്പെട്ട നോവൽ വേറെ, അത് ഖസാക്കിൻ്റെ ഇതിഹാസം, 2-ാം ഊഴം, അങ്ങനെ അത് നോവലുകളാണ്. കവിതകൾ വേറെയുണ്ട്. ഇത് ചെറുകഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള അത് ചെറുകഥയാണ്. അപ്പോൾ ആ ചെറുകഥയിൽ എന്താണ് വെള്ളപ്പൊക്കത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ, നമ്മളും
18 വെള്ളപ്പൊക്കം നമ്മളും കണ്ട്, നമ്മുടെ തലമുറയും കണ്ടല്ലോ. ഇപ്പോൾ ഉള്ള തലമുറയെല്ലാം ഇപ്പം 20 വയസ്സിന് മേലോട്ടുള്ള ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അല്ല നേരിട്ടും കണ്ടവരുണ്ടാവും. പക്ഷേ പിന്നെ അത് കൂടുതലായിട്ട് പിന്നെ തിരുവിതാംകൂറിലാണല്ലോ അതിൻ്റെ രൂക്ഷത അനുഭവിച്ചത്, മലബാറിലല്ലല്ലോ. മലബാറിലും അനുഭവിച്ചില്ല എന്നല്ല, അതിൻ്റെ രൂക്ഷത പിന്നെ കൊച്ചി മുതൽ അങ്ങോട്ടേക്കായിരുന്നു, തൃശ്ശൂർ മുതൽ അങ്ങോട്ടേക്കായിരുന്നു. പിന്നെ അതിൻ്റെ വയനാട് അടക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മലപ്പുറത്തൊക്കെ അനുഭവിച്ചു. പക്ഷേ എങ്കിലും അങ്ങോട്ടാണ് കൂടുതലായിട്ട് വന്നത്. ഏതായാലും ഒരു കോൾ ഉണ്ട്, അതിന് ശേഷം ഇതിലേക്ക് വരാം. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ വോളിയം കുറക്കൂ. ഹലോ ഹലോ, ആ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറയൂ. കൂത്തുപറമ്പ്, പറഞ്ഞോളൂ. ഹലോ, ആ പറയൂ, ഡേറ്റ് പറയൂ. 10/4/1974. സമയം പറയൂ. സമയം രാത്രി 12 മണി. കൃത്യം 12. ആ ഒരു പഴയത്. നക്ഷത്രം അനിഴം. പൂയോ? ഒന്നുകൂടി ഡേറ്റ് പറയൂ. 10/4/1974 പൂയം നക്ഷത്രം. ആ അത് ശരിയല്ല, അത് നിങ്ങളെ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ആണത്. അത് ഏതോ ഒരു ഹെഡ് മാഷ് എഴുതിയ ഡേറ്റ് ആണ്, നിങ്ങളുടെ ഡേറ്റ് അതല്ല. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ ജാതകം നോക്കിയിട്ട് വിളിക്കൂ, എന്നാലും മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർട്ടിഫിക്കറ്റുള്ള ഡേറ്റും ഒറിജിനൽ ഡേറ്റും തമ്മിൽ ഒരു ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് ഒരു 5 വയസ്സ് അടുപ്പിച്ചിട്ട് ഇപ്പോഴാണ് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയിട്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഡേറ്റൊക്കെ കൊടുക്കുന്നത്. ഒരു 10-30 കൊല്ലം ഞാനും സ്കൂളിലെ മാഷായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ എത്രയോ കുട്ടിയൊക്കെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കുറിച്ചിട്ടുണ്ട്. അതായത് മാഷായിരിക്കുമ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു 5 വയസ്സ് കണക്കാക്കിയിട്ട് മെയ് മാസം ഏപ്രിൽ മാസമായിട്ട് ജനനം അങ്ങോട്ടാക്കും. തീർന്നു. അത് തന്നെ കുട്ടിയുടെ ഡേറ്റ്. അത് വെച്ചിട്ട് നക്ഷത്രം ശരിയാവില്ല. അപ്പോൾ വിളിക്കുന്നവരത് ശ്രദ്ധിക്കണം. അവരുടെ ഒറിജിനൽ ജാതകത്തിലോ അല്ലെങ്കിൽ ബാക്കി അല്ലാത്തവർ ആശുപത്രിയിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡേറ്റ് കിട്ടും. ഒരു 50 വയസ്സിന് ഇങ്ങോട്ടുള്ളവരൊക്കെ ആശുപത്രിയിലാണ് പ്രസവിച്ച് കാണുക 90%. ഏതായാലും 40 കൊല്ലത്തിനിപ്പുറം വീട്ടിൽ പ്രസവം ഇല്ലല്ലോ, വളരെ കുറവല്ലേ. ഇപ്പം തീരെയുമില്ല. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും പിന്നെ പെരുമാളെ കൊണ്ട് ബാക്കി കൂടി പറഞ്ഞിട്ട് വ്യാഴത്തിലേക്ക് കടക്കാം. അപ്പോൾ പെരുമാളുടെ ഈ അങ്ങനെയുള്ള അക്കൊല്ലമാണ് അവിടെ ഈ ഉരുൾപൊട്ടൽ വന്നിട്ട് ശരിക്കും പറയുന്നത്. കൊട്ടിയൂർ പോയവരൊക്കെ അറിയാം, ആ അരയാൽ ഒരു കാണാം, അരയാൽ തറ. ആ തീർത്ഥം കൊടുക്കുന്ന അവിടെ കുറച്ചിപ്പുറമായിട്ട് ഒരു അരയാൽ കാണാം. അതിൻ്റെ തുമ്പ് മാത്രം കണ്ടു എന്നാണ് പറയുന്നത്, ബാക്കിയെല്ലാം മൂടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അത് ഒരു അന്നത്തെ കാലത്തെ മണത്തണയുള്ള കരിമ്പനച്ചാത്തോത്ത് എന്ന് പറയുന്ന ഒരു അവിടുത്തെ 4 ട്രസ്റ്റി കുടുംബങ്ങളാണ്. ആക്കൽ, കരിമ്പനച്ചാത്തോത്ത്, അങ്ങനെ 4 എണ്ണം. അതിലുള്ള ഒരു ഭയങ്കരനായ ഒരു ഗോവിന്ദൻ അധികാരി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ, അദ്ദേഹമാണ് അത് ആളുകളെ കൂട്ടിപ്പോയിട്ട് നടന്നു പോയിട്ട് ആ കൊട്ടിയൂരെ ഭൂമി തിരിച്ചു പിടിച്ചത് എന്നാണ് പറയുന്നത്. ആ മണ്ണ് നീക്കിയിട്ട് ഭഗവാന്റെ സ്വയംഭൂവൊക്കെ ഒരു മിറാക്കിളാണ് അതൊക്കെ അക്കാലത്ത്. കാരണം ഇത് ഇന്നത്തെ പോലെ JCBയോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല.
ഒരു 5-10 ഉയരത്തിൽ ഉരുൾപൊട്ടിയിട്ട് മണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്, എന്നോട് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ പറഞ്ഞ കഥയാണ്, നേരിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ എവിടുന്നെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും പറയുന്നൊന്നല്ല. കൃത്യമായ അറിവ്, അതിനെക്കുറിച്ച് ഓരോ കാര്യത്തെക്കുറിച്ചും ബോധ്യമുള്ള സംഗതികൾ മാത്രമേ ഞാൻ എവിടെ ആയിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, നേരിട്ട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ സമ്മതം മൂളുകയുമില്ല, നിൽക്കുകയുമില്ല. എനിക്ക് ബോധ്യപ്പെടണം അതെന്തായാലും. അത് ഞാൻ ലോകത്തോട് പറയും. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ അതിന് നിൽക്കില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ ഏതായാലും ഈ അങ്ങ് പോകാനായ കാലത്ത് ഇതൊന്നും മാറ്റാൻ പറ്റില്ല. 60 കഴിഞ്ഞാൽ നമ്മൾ ഭാണ്ഡം മുറുക്കുകയല്ലേ. പിന്നെ എന്തോന്ന്, അതുകൊണ്ട് 60 കഴിഞ്ഞുകൊണ്ട് ഇനി സ്വഭാവമൊന്നും മാറ്റില്ല, ഇങ്ങനെ തന്നെ. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടുന്നാണ്? പെൺഡ്രായി, പറഞ്ഞോളൂ. 9/3/1970. സമയം പറയൂ. തിങ്കളാഴ്ച 12:40 രാത്രി. ഉത്രട്ടാതി അല്ല, രേവതി. രേവതി. ശരി. ഇപ്പോൾ 10-ാം തീയതിയാണ് കേട്ടോ. 10-ാം തീയതി. അത് നിങ്ങളുടെ ജാതകത്തിൽ 9 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ 10 എന്ന് പറയണം കേട്ടോ. 10/3/1970. ഓക്കെ. രേവതി നക്ഷത്രം ഇപ്പം നടക്കുന്നത് 2021 ശേഷം ചൊവ്വാദശയാണ് നടക്കുന്നത്, 2028 വരെ. ആരുടേതാണിത്? നിങ്ങളുടെ തന്നെയാണോ? അല്ല, എന്റെ ഭർത്താവിന്റെ. ഭർത്താവ് എവിടെയാണ് ഉള്ളത്? ഒരു നാട്ടില് ഡ്രൈവറാണ്. ഇപ്പൊ എന്താണ് അറിയേണ്ട വിഷയം? എന്താണ്? നാഷണൽ പെർമിറ്റ് ലോറി പോകുന്നത്. ഇപ്പൊ നോക്കുമ്പോ അതിന് ജോലി കുറവാണ്. അത് ശരി. എന്താ നാഷണൽ പെർമിറ്റ് ലോറിക്ക് എന്താണ് പ്രശ്നം വന്നിരിക്കുന്നത്? പണി കുറവാണ് അവർക്ക്? അതെ, പണി കുറവാണ്. അത് ശരി. അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. വിചാരിച്ചു കാര്യങ്ങൾ ലോറിക്കാർക്ക് പണി കുറയുന്നത് അത്ര നല്ല ലക്ഷണമല്ല. കാരണം ചരക്ക് നീക്കം കുറവാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് അത്ര നല്ല ലക്ഷണമല്ല. അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ശ്രദ്ധയിൽ അത് വന്നില്ല. അപ്പോൾ പിന്നെ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് അത്ര വലിയ സമയദോഷമൊന്നുമില്ല. അല്ല, ഉത്സാഹിച്ച് പണിയെടുക്കുന്ന ആളല്ലേ? അത് ഉത്സാഹിച്ച് ജോലി ചെയ്യുന്ന. പക്ഷെ ഇപ്പം പറയുന്നത് നാട്ടില് നിക്കാന്ന് പറഞ്ഞിട്ട്. നാട്ടിലെന്തെങ്കിലും ജോലി നോക്കുമ്പോ അതൊന്നും ശരിയാകുന്നില്ല. അല്ല, ഇപ്പൊ ആ പണിയെടുത്ത് നല്ല വരുമാനമുള്ള ഒരു പണിയാണല്ലോ. ഒരു പോക്ക് പോയി വന്നാൽ നല്ല പൈസയും ഉണ്ടാവുമല്ലോ. ഇവർക്ക് വേറെയും ചില വരുമാനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇവർക്കുണ്ടാവും. അതാണ് വേറെ തമാശ. അത് ആ പണിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ചെറിയ പണിയിലേക്ക് അയാൾ മാറിക്കഴിഞ്ഞാൽ അയാൾ വരുമാനം താഴോട്ട് പോവല്ലേ ചെയ്യാം. അതുകൊണ്ട് അത് വേണ്ട. ഇനിയിപ്പോൾ അത് ഇപ്പോഴത്തെ സമയദോഷത്തിൻ്റെ അങ്ങനെ പറയാൻ മാത്രമുള്ള സമയദോഷമൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഏരശനിയുടെ ഏറ്റവും ശക്തി ബാധിച്ചിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ഏറ്റവും ദോഷമായ സമയമാണ് ഇപ്പോൾ ഉള്ളത്. അത് 2 മാസമായിട്ട് അങ്ങനെ അനുഭവപ്പെടും. അത് 2 മാസമായി. അത് തന്നെ. അത് ഏരശനിയുടെയാണ്. അതിന് നമുക്ക് കുറച്ച്, ഇയാൾക്ക് ശനി ജാതകത്തിലെ ബലമില്ലാത്തവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണമെങ്കിൽ പരിഹാരം ചെയ്യാം. നിങ്ങളൊന്ന് അയാളോടൊന്ന് ഈ കാര്യം പറയൂ. അങ്ങനെയാണെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ പറയൂ. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം. ഏരശനിക്ക് ദോഷശമനത്തിന് വരുത്താനുള്ള പരിപാടി ഉണ്ട്. ഇത് ഉണ്ട്. ഏരശനിയുടെ ദോഷം തന്നെയാണിത്. 2 കൊല്ലം. ഒന്നാമത് ഇയാൾ ഈ ഭക്തനൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ള സ്വഭാവം. അതെയോ? ശരി.
മുത്തപ്പനെ പൈക്കുറ്റി വെച്ചിട്ടാണ് വണ്ടി കയറുക. അതെ. ഓ ഭയങ്കരം തന്നെ. ആ മുത്തപ്പൻ തന്നെ കാക്കട്ടെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എന്നിട്ട് അതിൻ്റെ അമൃത് കുടിക്കും അല്ലേ? അതെല്ലാം ഉണ്ട്. മനസ്സിലായി. മുത്തപ്പന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുത്തപ്പനല്ലല്ലോ കുടിക്കുന്നത്, മുത്തപ്പൻ കുടിച്ചു എന്നൊരു വിശ്വാസം. എന്നിട്ട് നമ്മൾ ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ ഒരുത്തനാണെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറയും, അതിനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അതിന് ജോലി ഇതന്നെ. ഇനി മാറാൻ പറ്റില്ല. നമുക്കത് ദോഷപരിഹാരം ചെയ്തിട്ട് നമുക്കതിന് മാറ്റം വരുത്താം. അയാളോട് പറയൂ. അങ്ങനെ ഉറച്ച വർത്താനാണ് ഞാൻ പറയുന്നത്. ഏറെ ശനിയുടെ ദോഷമാണ്, ഞാൻ എന്തെങ്കിലും കാണാതെ അങ്ങനെ ഈ പാവത്തിനോട് വാഗ്ദാനം കൊടുക്കില്ല. അത് ഞാൻ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. ഞാനതിന് മാറ്റം വരുത്തും. മുത്തപ്പനെ തിരുവപ്പനെയും വെള്ളാട്ടവും വീട്ടിൽ കഴിച്ച ആളാണ് ഞാൻ. അങ്ങനെ മോശക്കാരനൊന്നും അല്ല ഞാൻ. അങ്ങനെ താഴ്ന്നു പോകുന്നില്ല. ഒന്നുമില്ല. അങ്ങനെയൊന്നും പെട്ടുപോകുന്നില്ല. പേടിക്കൊന്നും വേണ്ട. ആ മുത്തപ്പൻ അല്ല, നിന്നിടം കുഴിക്കില്ല, പിടിച്ച കൈ വിടില്ല. മുത്തപ്പൻ അങ്ങനെയല്ലേ? വിശ്വസിച്ചവനെ ചതിക്കില്ല, ചതിച്ചവനെ വിശ്വസിക്കില്ല. അതൊക്കെ മുത്തപ്പൻ്റെ സ്വഭാവമല്ലേ? മുത്തപ്പൻ കണ്ണൂരെ കൺകണ്ട മൂർത്തിയല്ലേ? അതിനെ കവച്ചു വെക്കാൻ ഒരു മൂർത്തി കണ്ണൂർ ആര്? അപ്പോൾ ആ മുത്തപ്പൻ അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. ആ മുത്തപ്പനെ ആശ്രയിച്ചവനെ മുത്തപ്പൻ ഉപേക്ഷിക്കില്ല. അങ്ങനെ താണു പോകുന്നില്ല. അതൊക്കെ വെറും തോന്നലാണ് കേട്ടോ. ഈ ദോഷം മാറ്റാം. അത് നമുക്ക് അയാളോട് തന്നെ വന്ന് കാണാൻ പറയൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ബോധ്യങ്ങൾ ആണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ശിവൻ്റെ കഥ തന്നെ എന്താണ്, ഒക്കെ പുരാണ കഥകളാണ്. ഈ സതി അവിടെ പോയി അപമാനിക്കപ്പെട്ടു, ദക്ഷയാഗം, ഇതൊക്കെ നടന്നതാണോ, സംഭവിച്ചതാണോ? ഇതിനെ പല സ്ഥലങ്ങളിലും ഇതേ സംഭവങ്ങൾ ഉണ്ടായിട്ട് ദക്ഷൻ്റെ യാഗം നടന്നതായിട്ടൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെയുള്ള ഇതുണ്ട്. ഏതായാലും നമ്മൾ കേരളക്കാർ, അല്ല പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ മലബാറുകാർ, നമ്മൾ കൊട്ടിയൂരിനെ ഈ ദക്ഷയാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കാണുന്നത്. പിന്നീട് അതിനെ അവിടുത്തെ പൂജാ വിധികളൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ തീരുമാനിച്ചത് ആചാര്യസ്വാമിയാണ് എന്നും പറയപ്പെടുന്നു, സാക്ഷാൽ ശങ്കരാചാര്യർ. അങ്ങനെ ശങ്കരാചാര്യരുടെ പ്രതിപുരുഷനാണ് സമുദായി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിലെ ആദ്യത്തെ സമുദായിന് മുമ്പുള്ള സമുദായി മരിച്ചുപോയി കൊറോണ കാലത്ത്. വിലങ്ങര പട്ടതിരിപ്പാടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പട്ടേരി എന്ന് നമ്മളൊക്കെ വിളിക്കും. പിന്നെ ആയുസ്, അത് പിന്നെ ഏത് മനുഷ്യൻ്റെയും അങ്ങനെയാണല്ലോ, ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യർക്ക് പോലും 30 വയസ്സല്ലേ ആയുസ് കിട്ടിയിട്ടുള്ളൂ. വിവേകാനന്ദന് 42 കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ആയുസ്സൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ആയുസ് കുറഞ്ഞു പോയത് കൊണ്ട് അയാൾ ഉപാസകൻ എന്നുള്ള രൂപത്തിലോ അദ്ദേഹത്തിൻ്റെ ദൈവിക കർമ്മത്തിലോ നമ്മൾ ചോദ്യം ചെയ്യാനും പാടില്ല. ഏതായാലും ആ സമുദായം മരിച്ചതിന് ശേഷം വേറെ സമുദായിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമുദായിക്കൊരു ചൂരൽ വടി കാണാം നിങ്ങൾക്ക്. ഈ കർമ്മങ്ങൾ, അവിടെ എല്ലാ പ്രധാന കർമ്മങ്ങൾക്കും ചൂരൽ വടിയുമായി ഒരാൾ മുമ്പിൽ നടക്കുന്നുണ്ടാവും. അത് ശങ്കരാചാര്യരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചിരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഉത്തരവാദിത്വമാണ് സമുദായിക്ക്. സമുദായിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, സമുദായിയെ പിഴപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിഴപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അവിടെ. അതായത് ഒരുത്തനെ അതിൻ്റെ സമിതി കൂടിയിട്ട് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ അയാൾ പുറത്ത് പോയിക്കൊള്ളുക, വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ പിഴപ്പിക്കാൻ പറ്റാതെ 2 ആൾക്കാർ വേറെയുണ്ട്. അത് പന്തക്കിടാങ്ങളാണ്, അവരെ പഴിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്കറിയാതെ നിഗൂഢ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇങ്ങനെ പന്തവും പിടിച്ചിട്ട് ഈ
തിരുവഞ്ചിറയിൽ ഇങ്ങനെ നടക്കുന്ന ശിവേൽ സമയത്തൊക്കെയുള്ള 2 പേരെ കാണാം നിങ്ങൾക്ക്. കിടാങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ അയാൾ പ്രായമായി, കിടാവ് എന്ന പന്തക്കിടാങ്ങൾ അങ്ങനെയാണ് അവരുടെ പേര്. അവിടെ വിചിത്രമായ പേരുകളാണ് ഓരോരുത്തർക്കും. മച്ചൻ എന്ന് പറഞ്ഞാൽ ഈ തിരിയൊക്കെ എടുത്തു കൊടുക്കുന്ന മച്ചിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾ, അതായത് വാളറയുടെ മേലെയാണ് അയാൾ ഇരിക്കുക. അത്ര പരിശുദ്ധമായിട്ട് ആ തിരികളൊക്കെ അയാൾ അവിടെ സൂക്ഷിക്കണം. ആ നമ്പൂതിരി അയാളെ എടുത്തിട്ട് ആവശ്യത്തിന് താഴേക്ക് ഈ സാധനം എത്തിക്കണം. അയാളുടെ പേരാണ് മച്ചൻ. പിന്നെ വേറൊരാൾ കണക്കപ്പിള്ള, അത് ഒരു ജ്യോത്സ്യനാണ്. അദ്ദേഹമാണ് മുഹൂർത്തമൊക്കെ കുറിക്കേണ്ട ആൾ. ഓരോ സംഗതിക്കും അവിടെ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അതാത് സമയത്ത് കുറിക്കുക ചെയ്യുക. കഴിഞ്ഞ കൊല്ലം നടന്ന സമയത്തായിരിക്കണമെന്നില്ല ഇക്കൊല്ലം ആ ചടങ്ങ് നടക്കുക. അതാണ് കൊട്ടിയൂരിൻ്റെ വൈവിധ്യവും അതിൻ്റെ പ്രത്യേകതയൊക്കെ അതാണ്. അത് ആർക്കും അതിൻ്റെ നിഗൂഢമായ കാര്യങ്ങളൊന്നും അറിയുകയുമില്ല. എന്തായാലും സംഭവമാണ്. വെറുതെ തിരുവഞ്ചിറ വലം വെച്ചാൽ തന്നെ കാലദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടും. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു കോളുണ്ട്. ഹലോ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ സാർ. ഡേറ്റ് പറയൂ. സാർ ഞാൻ വേങ്ങാടാണ്. വേങ്ങാട്, ആയിക്കോട്ടെ, നന്നായി, നല്ല സ്ഥലമല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് 4/10/1969 പ്രകാരം. ശരി, 4/10/1969. ഓക്കെ, സമയം പറയൂ. സമയം പറയണല്ലേ? അധികം അതിപ്പോ എന്ത് ചെയ്യും? ഇല്ലേ, പുണർന്ന നക്ഷത്രമാണ് സാർ വരുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സമയം ലഗ്നം അറിയാവോ? പുലർച്ചെ ഈ പണ്ടത്തെ എഴുത്താന്ന് തനക്ക് അത്ര ഒരു പുലർച്ചെ എത്ര മണിക്ക്? പുലർച്ചെ പുണർന്ന നക്ഷത്രത്തിൽ വിദിനക്കൂറില്. അതൊക്കെ ശരി. കന്നിമാസം ഈ പണ്ടത്തെ ഈ ജാതകത്തിൽ പണ്ടത്തെ എഴുത്താന്നല്ലോ. അതെ, പുലർച്ചെന്ന് കാണുന്നുണ്ട്. പുലർച്ചെ 4 മണിക്ക്. പുലർച്ചെ 4 മണിക്കോ? നിങ്ങളുടെ ലക്ഷണം എന്താണ്? ഒരു നല്ല പിന്നെ ഈ നെഞ്ചിന് വീതിയുള്ളവനാണോ? അത്ര വലിയ ഒരു ഓർഡിനറി മാൻ. ഓർഡിനറി അല്ല, ഉള്ളതിന് ഷേപ്പുണ്ടോ? കുഴപ്പമില്ല. ഒരു സ്വന്തമായി കണ്ണാടി നോക്കുമ്പോൾ സുന്ദരനാണെന്ന് തോന്നാറുണ്ടോ? അപ്പൊ പിന്നെ ഏത് മനുഷ്യനായാലും അല്ലല്ല, അങ്ങനെയല്ലല്ല. നിങ്ങൾ ഇവിടെ ഇത് നിങ്ങൾ പറഞ്ഞ സമയം വെച്ചിട്ട്, അതുകൊണ്ടാണ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ മറ്റു തമാശ പറയുന്നതല്ല ഞാൻ. അതായത് ഈ ജാതക നിങ്ങൾ പറഞ്ഞ സമയപ്രകാരം നിങ്ങൾ സുന്ദരനായിരിക്കണമെന്നുണ്ട്. അമ്മയോട് അളവറ്റ സ്നേഹം ഉണ്ടാവും എന്നുള്ളതുണ്ട്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയമായിട്ട് ഏതാണ്ട് അങ്ങനെ ആർക്കും എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരുത്തനല്ല നിങ്ങൾ, അല്ലേ? രോഗഭയവും നല്ലോണം ഉണ്ട്. എന്തെങ്കിലും ചെറിയ രോഗം വന്നാൽ നിങ്ങൾ ഭയന്നു പോകുന്നു. അതൊരു ദോഷമാണ്. നെഞ്ഞുവേദനയൊക്കെ ഗ്യാസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും. അത് നിങ്ങളുടെ നെഗറ്റീവാണ്. അത് നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട. ആയുസ്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ആയുസ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു ഒരു നല്ലൊരു കാലം കൂടി വരാനും പോകുന്നുണ്ട്. അതായത് 26-ന് ശേഷം വരും അത്. ഇപ്പം കണ്ടകശനി, ഇപ്പോൾ സമയമൊന്നും ഗുണമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടകശനിയും കൂടി തുടങ്ങിയതുകൊണ്ട് ആകെ കൂടി ഒരു ചുറ്റിക്കളിയാണ്. ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലവണ്ണം ഒരു കുറച്ചു കാലമുണ്ട്. അത് പ്രാർത്ഥനാ രൂപത്തിലും ഇതൊക്കെ വേണം. ഒന്ന് നിങ്ങൾ തൃക്കൈക്കുന്നിൽ പോയിട്ട് അവിടെ ഒരു പിന്നെ കുതിരപ്പുറത്തുള്ള ശാസ്താവുണ്ടല്ലോ, അതിനെ ഒന്ന് അവിടെ പോയിട്ട് നിങ്ങൾ ഈ നീരാഞ്ജനം നടത്തണം. ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ?
ഓ ഉണ്ട്, ജോലി ആ. കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ, അതിനൊന്നും മുടക്കമില്ല. വേറെ പൈസക്ക് ഇങ്ങനെ മുട്ടിപ്പോകുന്നില്ല നിങ്ങൾ. ആവശ്യം വരുമ്പോൾ പണം എവിടുന്നോ വരുമെന്നാണ്. ആ അതെ, ഭഗവാൻ നമ്മളെ കാക്കലുണ്ട്. ആ, അപ്പോൾ ഒരു പിന്നെ മാനം കെട്ട് പോകുന്നില്ല. പിന്നെ അച്ഛനിപ്പോൾ ഇല്ലല്ലോ. ഇല്ല, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. ആ, അപ്പോൾ അച്ഛൻ, അതെ. പക്ഷെ അച്ഛനുമായിട്ടുള്ള പോലെയല്ല, അമ്മയായിട്ടാണ്. നിങ്ങളെ മനസ്സിൽ അമ്മയാണ് ഉള്ളത്. അച്ഛനേക്കാളും അമ്മയാണ്. അതുകൊണ്ട് അച്ഛൻ ഏതായാലും കർക്കിടകവാവിന് ബലി 2 പേർക്കും വെക്കണം. അത് കൃത്യമായിട്ട് ഒരിക്കലെടുത്ത് കൃത്യമായിട്ട് ബലി വെക്കുക. അപ്പോൾ അത് ഈ ഇപ്രാവശ്യം പ്രത്യേകിച്ചിട്ട് ഈ കണ്ടകശനിയുടെ ദോഷ സമയത്തിന് അതിനൊക്കെ ശമിക്കാൻ വേണ്ടി അതൊക്കെ കൃത്യമായി ചെയ്യണം. സർ, മക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മക്കളെ സംബന്ധിച്ചിട്ട് ഒരു ആശയക്കുഴപ്പമുണ്ട്. ചെറിയ മക്കളല്ലേ. അതെ അതെ, ചെറുതാണ്. അതിൽ ഏതോ ഒരാളെ കൊണ്ട് ലേശം വിഷമനുഭവിക്കുന്നു എന്നുള്ളൊരു ബലം പറയും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അതിൻ്റെ അതൊക്കെ അടങ്ങിയിരിക്കുന്നു. അവർക്ക് വേറെ ദോഷങ്ങളോ അതൊന്നും അങ്ങനെ നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങൾ പിന്നെ ഏതായാലും നിങ്ങൾ ഇങ്ങനെ ദോഷം മറ്റേത് നിങ്ങളെ ജാതകത്തിൽ 5-ൽ ചൊവ്വ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് പഴനി മുരുകനെ പോയി കാണണം. അത് ഒരു വർഷം മുന്നേ പോയിരുന്നു. എന്നാൽ പിന്നെ വേണ്ട. അത് ആ മുരുകൻ്റെ പഴനിമലയിലാണ് അതിൻ്റെ നിങ്ങൾ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇത് ഓജരാശിയിലുള്ള ചൊവ്വയായതുകൊണ്ട് അത് ഇതാണ്, മുരുകനാണ് അതിൻ്റെ ആള്. നക്ഷത്രത്തിനല്ലേ വരുവാ കന്നിമാസം? അതൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മതിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ സമയം ശരിയാണെന്നാണ്. ഇനി നിങ്ങൾക്കുള്ള വരാനുള്ളത് ശുക്രദശയാണ്. അത് 26-ന് ശേഷം. അപ്പോഴേക്കും കണ്ടകശനിയുടെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ 27 മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നല്ല കാലം വരും വീണ്ടും. ഓക്കെ, കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കട്ടെ, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഏതായാലും പിന്നെ നമ്മൾ അപ്പം കൊട്ടിയൂരെ ഏതെങ്കിലും ഇനിയും ഉണ്ടല്ലോ. കൊട്ടിയൂരുള്ള പിന്നെ എന്താണ് പിന്നെ വീരഭദ്രൻ്റെ അവതാരം, അതിൻ്റെ ധ്യാനസ്തോത്രം, വീരഭദ്രൻ്റെ ധ്യാനസ്തോത്രം ഒക്കെയാണ് ഞാൻ ചൊല്ലിയത്. അപ്പോൾ ഈ കൊട്ടിയൂരെ കഥകൾ നമുക്ക് ഇടയ്ക്ക് പറയാം. അപ്പോൾ നമ്മളെ വ്യാഴത്തിനെ നമ്മൾ വിട്ടുകൂടല്ലോ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആരും കൊണ്ടെങ്കിൽ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇനി പറയാം, തുലാം രാശി വരെയാണ്. തുലാം രാശിക്കാർക്ക് 9-ലാണ് വ്യാഴം. വളരെ നല്ല സമയമാണ്. വിശാഖം, ചിത്തിരയുടെ പകുതി, ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം അവരെ കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചിട്ട് അതായത് ഈ പറയുന്ന പിന്നെ വിശാഖക്കാർക്ക് അതിൻ്റെ അഷ്ടമത്തിൽ വ്യാഴം നിന്നപ്പോഴാണ് ഏറ്റവും ദോഷം. പാവം നമ്മളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ മമ്മൂക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടി, കേരളക്കാർ മമ്മൂക്ക എന്നാണല്ലോ പറയുക. ആ മമ്മൂക്കക്കും അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് അസുഖം വന്നത്. എന്തോ ചെറിയ അസുഖം എന്ന് പറയുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ളതൊന്നും വിശ്വസിച്ചുകൂടാ. ചിലർ കുറച്ച് മോശപ്പെട്ട അവസ്ഥയാണെന്ന് പറയുന്നു. ഏതായാലും അദ്ദേഹം 9-ലേക്ക് വ്യാഴം മാറി അദ്ദേഹം രക്ഷപ്പെടും. അതെൻ്റെ ഒരു വിലയിരുത്തലാണ്. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ദോഷമായ ഫലങ്ങൾ അനുഭവിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ സഹോദരി, പിണറായി എന്ന് വിളിച്ച സഹോദരി പറഞ്ഞ കണ്ടില്ലേ, അത് പിന്നെ ഏരശനി വന്നപ്പോൾ ഭർത്താവിന് ജോലിയൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് കണ്ടില്ലേ. 2 മാസമായിട്ട് വളരെ മോശമാണ്, മുത്തപ്പന് പൈങ്കുറ്റി വെച്ച് പുറപ്പെടുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിക്കുന്ന കണ്ടില്ലേ, മുത്തപ്പൻ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട്. അതെ, ഇത് സത്യം പറഞ്ഞാൽ ആ ഏരശനിയുടെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് അടിക്കും. ഈ മമ്മൂട്ടിക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്
ഈ രോഗം ബാധിച്ചു. ഇപ്പം അദ്ദേഹത്തിന് 9ലേക്ക് മാറി. അദ്ദേഹത്തിന് ഇനി രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജാതകമൊന്നും കയ്യിലില്ലല്ലോ. ഈ ചാരവശാലുള്ള ഫലങ്ങൾ മാത്രം പറഞ്ഞിട്ട് വിശാഖക്കാരനാണ്, തുലാക്കൂറാണ്, ഇത്രമാത്രമല്ലേ അറിയുള്ളൂ. അത് വെച്ചിട്ടാണല്ലോ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് വ്യാഴപ്പിഴവിന് ഉള്ള വ്യാഴം മാറി 9ലേക്ക് എത്തിക്കൊണ്ട് ഇപ്പം ദൈവാനുഗ്രഹമുള്ള സമയമാണ്. ആ മനുഷ്യൻ രക്ഷപ്പെടും. പരോപകാരിയാണ്. മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യരാണ്. അത്തരത്തിലുള്ള മനുഷ്യന്മാരെ ദൈവം അങ്ങനെ കൈവിടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ മനുഷ്യനെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് ചെറുകുന്ന വിളിക്കണേ. ചെറുകുന്ന്. പറയൂ, അമ്മേൻ്റെ അടുത്തുനിന്ന് വിളിക്കുന്ന നല്ല കാര്യം. 1972 ആഗസ്റ്റ് 29 രാത്രി 2 മണിക്ക്. നക്ഷത്രം അശ്വതി. ആഗസ്റ്റ് 29 അശ്വതി. ഭരണിയാണ് നക്ഷത്രം. ചിങ്ങത്തില്. അപ്പൊ 30 ആണെങ്കിൽ ഭരണി. 30. ഭരണി എങ്ങനെ ഇരിക്കുമെന്ന് സ്കിറ്റ് പറഞ്ഞ പോലെ കഴുത്തിങ്ങനെ കൂടിയിട്ട് വയറിങ്ങനെ അങ്ങനെയാണോ? അങ്ങനെ പൊക്കം കുറഞ്ഞിട്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് ഒരു സ്കിറ്റിലുള്ള വിറ്റാണ്, കോമഡി. അപ്പോൾ ഭരണി എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭരണി ഇങ്ങനെയാ ഇരിക്കുകയാണ്. ഏതായാലും ഇവിടെ പിന്നെ പൊക്കം കുറവാണെങ്കിൽ ആളെ കാണാൻ ഭയങ്കര ഗ്ലാമറാ. പൊക്കം കുറച്ചത് ആണാണോ പെണ്ണാണോ? പെണ്ണാ. ആണായാലും പെണ്ണായാലും ഗ്ലാമറിന് ഒരു കുറവും ഉണ്ടാവില്ല. പിന്നെ വരണിയല്ലേ, ആരെയും വകവെക്കൊന്നുമില്ല. നിങ്ങളുടെ ആരാണ്? അതെയാ, ശരി ശരി ശരി. നിങ്ങളാരെയാ വകവെച്ചിന്? സാറെന്ത് പറഞ്ഞാലും കോമഡിയാണല്ലോ. ഇത് കേൾക്കാൻ തന്നെ ഇരിക്കുന്നു ടിവിയില്. അത് 9 മണി മുതല് 10 മണി വരെ ഇതന്നെ ഇരിക്കുന്നത്. എല്ലാം ഇങ്ങനെ കൂളായിട്ടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ടെൻഷനും ഇല്ലല്ലോ. എന്തിനാ സഹോദരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും ഭയങ്കര ഗമ കാണിച്ചിട്ട് എന്ത് ചത്തു പോവൂലേ? പിന്നെ വെറുതെ ഇങ്ങനെ കിട്ടുന്ന നേരം മറ്റുള്ളവരെ ചിരിപ്പിക്കുക. ഇത് എല്ലാരും കരയിപ്പിക്കാനല്ലേ ഇപ്പം ഭയങ്കരമായിട്ട് കരയിപ്പിക്കാനാണല്ലോ മനുഷ്യർ മെനക്കെടുന്നത്. അതിപ്പോ എന്താ, അതെ, ദേവീന്റെ അനുഗ്രഹം കിട്ടി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ മനുഷ്യനെ കരയിപ്പിക്കാതെ മുമ്പോട്ട് എന്നെ ആവുന്ന രൂപത്തിൽ ചിരിപ്പിക്കാൻ നോക്കുന്നു. ഒപ്പം അവർക്ക് പിന്നെ ആത്മവിശ്വാസം പകരുന്നു. ഇതാണല്ലോ എന്നെ ദൈവം ഏൽപ്പിച്ച പണി. അതാണ്. അത് ടി വിയിലായിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ അതാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് വൈബ്. ഇപ്പം വൈബിലേ പോയല്ലോ. അപ്പൊ ആ വൈബില് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഏതായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പം ഏഴശനി ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചിട്ട് പിന്നെ നമ്മൾ മറ്റൊന്നും കൂടിയുണ്ട്. ശനിയുടെ അപഹാരം 2027 3-ാം മാസം വരെ. അപ്പോൾ 2 കൊല്ലം കുറച്ചൊരു ഈ ശനിയുടെ അപഹാരം, വ്യാഴദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നു. ഒപ്പം ഏറെ ശനി നടക്കുന്നു. അതുകൊണ്ട് കുറച്ചൊരു ശ്രദ്ധിക്കേണ്ടതും സമയത്തിന് വേണ്ട ദോഷശമനത്തിന് വേണ്ട പരിഹാരം ചെയ്യണമെന്നാണ് എൻ്റെ നിർദ്ദേശം. അതായത് അത് 2 വർഷത്തോളം പ്രത്യേകിച്ച്. പിന്നീട് നിങ്ങൾക്ക് ഏറെ ശനിയുടെ ശക്തി ഉണ്ടെങ്കിൽ കൂടിയും വ്യാഴദശയുടെ പൂർണ്ണമായ ഫലം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾ അമിതമായി വണ്ണം വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അല്ലേ തന്നെ ഉയരം കുറച്ച് കുറവാണ്. ഇപ്പം തന്നെ നല്ല പാകത്തിന് തൂക്കമുണ്ട്. ഇനി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. മുട്ടിന് വേദനയൊക്കെ വരും. അതൊക്കെ എനിക്ക് കൂടാതെ ഉള്ള ശരീരത്തെ അവിടെ നിലനിർത്തണം. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധാപൂർവം നടക്കുക. അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. നിങ്ങളൊന്ന് തന്നെ ബന്ധപ്പെടുക.
അത് നിങ്ങൾക്ക് നന്നായിരിക്കും. ചോദിക്കാൻ നിന്നത് ആ ഇങ്ങനെ നെഗറ്റീവ് ഇത് ഇങ്ങനെ ഒരു ചാർജ് മാതിരി ഇത് ഉണ്ട്, അതാണ് അത് ചോദിക്കാൻ അത് വേണ്ടിയിട്ടാണ്. ഈ ശനിയുടെ ദോഷമാണ്. അതെയോ? അതാണ് ഞാൻ പറഞ്ഞത്, അതിന് പരിഹാരം ചെയ്താൽ മാറ്റം വരുമെന്ന്. ആ, ശനി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, നമുക്കത് തീർക്കാം. ആ, ആ. ദൈവം നിങ്ങളെ കൈവിടൂല. ഭയങ്കര ദൈവാനുഗ്രഹക്കാരിയാണ് നിങ്ങൾ. എന്ത് കർമ്മം ചെയ്താലും പെട്ടെന്ന് ഫലിക്കും. ആ, ആ. അത് ഉറപ്പിക്കൂ നിങ്ങൾ. ആ, ആ. നിങ്ങളൊന്ന് തന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കൂ. ഓക്കെ ആ, ആ. ഓക്കെ, ഓക്കെ ഓക്കെ ശരി. ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മമ്മൂട്ടീനെ കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ 9 ലാഭരക്ക് വ്യാഴം, പിന്നെ വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുള്ള അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന അവർക്കാണിപ്പോൾ എന്താണ് മോഹഭംഗം എന്നുള്ളൊരു ബലം. എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യം നടക്കാതായി പോവുക, ഈ അടുത്തെത്തിയ കല്യാണം തട്ടിപ്പോവുക, ആരെയൊക്കെ പാരയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ. ഏതൊക്കെ ഒരുത്തരൊരു പെണ്ണ് പോയി നോക്കുമ്പോൾ കോനെപ്പോലെ കുറച്ചൊരു ഉള്ളിൽ നിന്നൊരു സ്വഭാവമേ ഉള്ളൂ. അതെന്തിനാണപ്പോൾ ഉള്ളിൽ അത് മണക്കാതിരിക്കാനേ. പിന്നെയോ അത് എപ്പോഴൊന്നും കുടിക്കില്ല. ഈ ഷീട്ട് കളിച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കുടിക്കും. പോരെ പാരവെപ്പ്, യജ്ജാതി പാരവെപ്പ്, അതൊക്കെ പണ്ടത്തെ സ്റ്റൈലാണ്. ഇങ്ങനെ പിന്നെ മറ്റുള്ളവൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുന്ന പരിപാടി കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് ഭയങ്കര ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരുണ്ടല്ലോ. മലപ്പുറത്തൊക്കെ അടിയാണ് അത്തരം ആൾക്കാർക്ക്. സത്യമായിട്ടും ഈ പല സ്ഥലത്തും ബോർഡ് കാണാം, ഈ കല്യാണം മുടക്കികൾ സൂക്ഷിക്കുക, വീട്ടിൽ കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന് നാട്ടിലെ ചെറുപ്പക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെയൊക്കെയുള്ള കഥകളുണ്ട്. ഏതായാലും അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നവർക്ക് ഇപ്പോൾ സമയം അത്ര നല്ലതല്ല, വൃശ്ചികക്കൂറുകാർക്ക്. അക്കാര്യം അവർ ശ്രദ്ധിക്കണം. വാഹനം പിന്നെ ഉപയോഗിച്ചു കൊണ്ടുള്ള പിന്നെ കളികളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഈ മഴക്കാലമാണെന്നുള്ള വിചാരം വേണം. പൊതുവെ അതുപോലെ പിന്നെ വെറുതെ അനാവശ്യമായ ധനനഷ്ടം, ആരെങ്കിലും പറ്റിച്ചു പോകുന്നത്, പിന്നെ ഇപ്പോഴുള്ള പൊതുവെ ഒരു പരിപാടി ഉണ്ടല്ലോ ഓൺലൈൻ തട്ടിപ്പ്, അങ്ങനെയെല്ലാം പെട്ടുപോകുന്ന നോക്കണം. എത്ര പറഞ്ഞിട്ടും മനുഷ്യർ ശരിയാവുന്നില്ല. നമ്മൾക്കൊക്കെ എത്ര മെസ്സേജ് വരുന്നു. എന്തുകൊണ്ട് ഇത്രയും കൊല്ലമായിട്ട് ഒരുത്തന് ഒരു ഉറുപ്പ്യ നമ്മളെയൊന്നും പറ്റിക്കാൻ പറ്റിയില്ലല്ലോ? എന്തുകൊണ്ടാണത്? കുറച്ച് തലയിൽ തിലകം പറഞ്ഞ പോലെ കിഡ്നി വേണം. എന്തൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മറ്റുള്ളവനെ വേർക്കാണ്ട് അപ്പം തിന്നുന്ന കുറേ എണ്ണമുണ്ട്. അവർ ഹൈ റിച്ച് എന്നും പറഞ്ഞു വരും, മറ്റേ റിച്ച് എന്നും പറഞ്ഞു വരും, ഇങ്ങനെ പല രൂപത്തിലും വരും. അവരുടെയൊക്കെ വർത്തമാനം കേട്ട് ഉടനെ തന്നെ അവരുടെ അണ്ണാക്കിലങ്ങ് തള്ളിക്കൊടുക്കുകയാണ്. ഇതാണ് ഇങ്ങനെയുള്ള പരിപാടി സമയത്ത് അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. വളരെയേറെ കരുതലോടുകൂടി നീങ്ങുക. ഈ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വിഷ്ണുവിനെ ആരാധിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുക, ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുക, അതിൻ്റെ കാഠിന്യം വരുത്തുക, കാഠിന്യം കുറയ്ക്കുക, ഗുരുവായൂർ ദർശനം നടത്താൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും പരിഹാരം ചെയ്യേണ്ടവർക്കും എന്നെ നേരിൽ വന്ന് കാണാം. അത് ബുക്ക് ചെയ്തിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് സേവനം ആവശ്യമുള്ളവർക്ക് ഡേറ്റും ടൈമും അയച്ച് പിന്നെ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചാൽ അങ്ങനെയും ഫലമറിയാൻ പറ്റും. ഒക്കെ നിങ്ങളുടെ പിന്നെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. താല്പര്യമില്ലാത്ത ഇതൊക്കെ വെറും ബെഡായി പറയുന്നവർ തന്നെ വെറുതെ നമ്മൾ പോയി കാണണമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ കാണാൻ വരണ്ട. എനിക്കുള്ള ചോറ് മേലേന്ന് ദേവി ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഏതായാലും ഏവർക്കും നല്ലത് വരട്ടെ. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.